അങ്ങനെ ഞങ്ങളുടെ യാത്ര 14-ാം ദിവസത്തിൽ എത്തിയിരിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ ആന്ധ്രാപ്രദേശ് വിശാഖപട്ടണത്തിൽ നിന്ന് നേരെ ഒഡീഷയുടെ തലസ്ഥാനമായ ഭുവനേശ്വറിലേക്കാണ് പോകാൻ പോകുന്നത്. ഭുവനേശ്വർ കഴിഞ്ഞ് നേരെ പുരിയിലേക്ക് പോകണം. പുരി കഴിഞ്ഞ് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ അവിടെ തന്നെ കിടക്കുന്നുണ്ട്. ഒഡീഷയുടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. കട്ടക്ക് ഉണ്ട്, ഭുവനേശ്വർ ഉണ്ട്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമ്മൾ ഇനിയും ഒഡീഷയിൽ കണ്ടു തീർക്കാനായിട്ട്. പോകുന്നതെന്ന് വെച്ചാൽ വെറും ഹൈവേയിൽ കൂടിയാണ്. മെയിനായിട്ട് എടുത്ത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഹൈവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു പ്ലെയിനായി കിടക്കുന്ന റോഡ് എവിടെ നോക്കിയാലും, അപ്പൊ കേരളത്തിലായാലും തമിഴ്നാടായാലും ആന്ധ്രാപ്രദേശിൽ നോക്കിയാലും ഇതുപോലുള്ള റോഡാണ് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രത്യേകിച്ച് ഒരു വീഡിയോ ഇന്ന് വല്ലാതെ ചെയ്യാതിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇൻട്രോ എടുക്കുന്നത് തന്നെ ഏകദേശം 2 മണിയോട് കൂടിയിട്ടാണ് ഇൻട്രോ എടുക്കുന്നത്. കാരണം രാവിലെ 5:30 മണിക്ക് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അവിടുന്ന് പോന്നിട്ടുണ്ട്. പിന്നെ വിശാഖപട്ടണം തന്നെ ആയിരുന്നു ഇന്നലെ ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്നത്. നല്ല ശാന്തമായൊരു ഉറക്ക് കിട്ടി. ഇന്നലെ മെനഞ്ഞാന്ന് ഞങ്ങൾ വിശാഖപട്ടണം തന്നെ ആയിരുന്നു. അങ്ങനെ ഏകദേശം 2-3 ദിവസം ഞങ്ങൾ വിശാഖപട്ടണം സൂവില് പോയി, RK ബീച്ച് പോയി, അവിടെയുള്ള മറ്റേ ഷിപ്പ് പോയി, അതായത് മുങ്ങിക്കപ്പലിൽ പോയി. ആ വീഡിയോ ഒക്കെ ഇന്നലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഏതായാലും ആ ഒരു പാർട്ട് കഴിഞ്ഞ് ഇനി അടുത്ത് ഞങ്ങൾ പോകാൻ പോകുന്നത് ഒഡീഷയിലേക്കാണ്. ആ ഒഡീഷയുടെ തലസ്ഥാനമായ ഭുവനേശ്വറിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഭുവനേശ്വർ പോലെ തന്നെ കട്ടക്ക് നിൽക്കുന്നതാണ് കട്ടക്ക് അല്ലേ. ആ കട്ടക്കിലും ഞങ്ങൾക്ക് പോകണം. കട്ടക്ക് തന്നെ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മഹാനദിയുടെ തീരത്തായിട്ടാണ്, അടുത്തായിട്ടാണ് കട്ടക്ക് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ മഹാനദി എന്ന് പറയുന്നത് നമ്മൾ ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നതാണ് മഹാനദി. അതിന്റെ തൊട്ടടുത്തായിട്ടാണ് ഈ കട്ടക്ക് നിൽക്കുന്നത്. അങ്ങനെ കട്ടക്കും ഭുവനേശ്വറും ഒക്കെ ഞങ്ങൾക്കൊന്ന് കറങ്ങി അടിക്കാനുള്ളതാണ്. അങ്ങനെ ഒരുപാട് ചരിത്രങ്ങളും ഒരുപാട് കഥകളും ഉള്ള ഒരു സ്ഥലം തന്നെയാണ് ഇവിടെ ഒഡീഷ. ഒഡീഷയിൽ ഞങ്ങൾ കയറി ഇറങ്ങി പോകുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഹൈവേ കൂടി യാത്ര. ഒഡീഷയുടെ മണ്ണിലേക്ക് എത്തുന്നതോടുകൂടി ഞങ്ങൾ എന്ത് ചെയ്യും, ഹൈവേയിൽ നിന്ന് സ്കിപ്പ് ചെയ്തിട്ട് ഗ്രാമങ്ങളിലേക്ക് തന്നെ ഇറങ്ങും. ഇനി ഞങ്ങൾ യാത്ര ഒഡീഷയിൽ കൂടി തന്നെ 2-3 ദിവസം ഞങ്ങൾ പോകണം. കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ ഒഡീഷയുടെ വീഡിയോ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ പറഞ്ഞ, ഒഡീഷയിൽ ഞങ്ങൾ എന്തായാലും 3-4 ദിവസം നിൽക്കും എന്നുള്ളത്. ഒഡീഷ കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസമേ നിന്നിട്ടുള്ളൂ. ഞങ്ങൾ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞു ഇവിടെ ഞങ്ങൾ ഫുള്ളായിട്ട് കണ്ടിട്ടേ പോകുള്ളൂ. അപ്പോഴാണ് ഞങ്ങൾക്ക് തോന്നിയത് നേരെ ഇതിൽ വിട്ടുപോയ സ്ഥലമായിരുന്നു. വരുന്ന വഴിയിൽ നേരെ നമുക്ക് വിശാഖപട്ടണത്തിൽ തന്നെ അല്ല, മറ്റേ ആന്ധ്രാപ്രദേശിൽ തന്നെ നമുക്ക് വേറെ റൂട്ട് മാറി കയറിയാണ്. അപ്പൊ നേരെ വിശാഖപട്ടണത്തിൽ ഒരു ഓൾ ഇന്ത്യ ചെയ്യുന്നേരം അതിനകത്ത് എല്ലാ മെയിൻ ടൗണുകളും കവർ ചെയ്യണല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ വിശാഖപട്ടണം വന്നിട്ടില്ലെങ്കിൽ അത് തീരാ നഷ്ടമായിരുന്നു കേട്ടോ. കാരണം ആ ഷിപ്പിന്റെ ആ ഒരു കാഴ്ചകളും അങ്ങനെ എല്ലാം എന്തൊക്കെയോ പറയാനുണ്ട് വിശാഖപട്ടണത്തിന്റെ. ഫസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം തന്നെ നമുക്ക് പറയാല്ലേ വിശാഖപട്ടണം വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണ്. അപ്പോൾ നേരെ നമ്മൾ പോകാൻ പോകുന്നത് ഭുവനേശ്വറിലേക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഭുവനേശ്വറിലെ നല്ല നല്ല കാഴ്ചകൾ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. പക്ഷെ ഇന്ന് ഞങ്ങൾ ഭുവനേശ്വർ എത്താൻ സാധ്യത വളരെ കുറവാണ്. കാരണം ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അതിൽ അലിഞ്ഞു ഡയറക്റ്റ് പോകണമെങ്കിൽ എത്തും. പക്ഷെ ഇറങ്ങിയിട്ട് പോകാണല്ലോ. വേറൊരു കാര്യം എടുത്ത് പറയാനുള്ളത്, ഇങ്ങോട്ട് വന്ന ഈ ഒരു ഹൈവേ നമ്മളിപ്പം എങ്ങനത്തെ ഹൈവേ കൂടി അധികം പോന്നിട്ടില്ല ഇത്രയും ദിവസങ്ങൾക്കിടയിൽ. അപൂർവം ചില സമയങ്ങളിൽ മാത്രമേ നമുക്ക് ഹൈവേ കൂടി പോകുന്നുള്ളൂ. നൈറ്റൊക്കെ ഓടി പിടിക്കണമെങ്കിൽ അങ്ങനെയൊക്കെ പോന്നിട്ടുള്ളൂ. അപ്പൊ ഇപ്പൊ 200 കിലോമീറ്റർ ഞങ്ങൾ പോകുന്നപ്പോ തന്നെ അത്യാവശ്യം നല്ല ടോളായിട്ടുണ്ട്. ഏകദേശം എത്ര രൂപ ടോളായും പറഞ്ഞെടുത്താ 600 രൂപ എടുത്ത് 4 ടോൾ പ്ലാസ കഴിഞ്ഞു. 150, 165 രൂപ എന്നിങ്ങനെയാണ് നമ്മുടെ വണ്ടിക്ക് ടോള് വരുന്നത്. ഒരു കാറിനുള്ള ടോളാ പറയുന്നത്. 600 രൂപന്റെ അടുത്ത് ഞങ്ങൾക്ക് എന്തായി 4 ടോൾ പ്ലാസ. 200 കിലോമീറ്റർ ഇങ്ങോട്ട് പോകുന്നവർക്ക് 600 രൂപ ടോളായി. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് എനിക്ക് തോന്നുന്നു ഫുഡ്, റൂം, ഡീസൽ ഇതിനെക്കാണ്ട് ഏറ്റവും കൂടുതൽ പൈസ വരിക എനിക്ക് ചിലപ്പോ ടോളിലായിരിക്കും. അപ്പൊ ഇങ്ങനെ യാത്ര ചെയ്യുന്നത് ശരിക്കും പിന്നെ ഇപ്പൊ നിയമം വന്നെന്ന് തോന്നുന്നുണ്ടല്ലേ, ഒരു 3 സംതിങ് കൊടുത്താല് ഒരു വർഷത്തേക്ക്. പക്ഷെ നിലവിൽ വന്നിട്ടുണ്ടോ അറിയില്ല. അവിടെ വേറൊന്നും കൊടുത്തു, അത് കാറിന് മാത്രം 1 വർഷത്തേക്കുള്ളതെന്ന് തോന്നുന്നുണ്ട്. അത് ആ ടോൾ പ്ലാസ മാത്രമേ ഇതാവോ, അങ്ങനെ എന്തോ ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും ടോൾ പ്ലാസിനെ കുറിച്ച് എന്തെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നു. ഞങ്ങൾ കഴിയുന്നത് ഇനി ടോൾ പ്ലാസ ഉപയോഗിക്കുന്നില്ല, എന്നാലും ചില സാഹചര്യങ്ങൾ ഉപയോഗിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഇനി കാഴ്ചകളും എന്ത് ചെയ്യാം, ഒഡീഷയുടെ മണ്ണിലെത്തിയിട്ട് കാണാം. എത്തിയിട്ടില്ല. ഒഡീഷയുടെ മണ്ണിലേക്ക് എത്തിയതിനു ശേഷം ഞങ്ങൾ എന്ത് ചെയ്യും, നേരെ പിന്നെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഇറങ്ങും. അപ്പോൾ കാഴ്ചകൾ കാണാം കേട്ടോ. ഇവിടുത്തെ കല്ലിൻ്റെ വലുപ്പം നോക്കിയാൽ എജാതി അടാറ് കല്ലാന്നറിയോ. ഇത് മെഷീൻ കട്ടല്ല കേട്ടോ, ഇത് മെഷീൻ കട്ടല്ല, ഇത് കൈകൊണ്ട് കട്ട് ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. ഏകദേശം ഒന്നിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 100 കിലോൻ്റെ മുകളിൽ വരും.
നമ്മുടെ ഒരു ഹൈറ്റ് നോക്കിയാൽ കല്ലിൻ്റെ ഒരു ഏകദേശം ഒരു 10 ഇഞ്ച് ഹൈറ്റ് വരും കേട്ടോ ഒരു കല്ലിന്. ഒരു 10 ഇഞ്ചും വീതിയും ഒരു 12 ഇഞ്ച് വീതിയും. നീളം നോക്കുകയാണെങ്കിൽ ഒരു 20-22 ഇഞ്ച് നീളം ഉണ്ടാവും കേട്ടോ. എജ്ജാതി അടാറ് കല്ലാന്നറിയോ. ഇതൊക്കെ ഇവിടെ അങ്ങനെ അട്ടിക്കല്ല വെക്കാറുള്ളത്. ഇതിപ്പോൾ ഇവിടെ ഈ കുറച്ച് വെച്ചത് കൊണ്ട് മാത്രമാണ് അട്ടിക്കില്ല. ബാക്കിയെല്ലാം ഉള്ളത് ഇങ്ങനെ ചെരിച്ച് ഇങ്ങനെ വെക്കുകയാണ് ചെയ്യുക. അതിൻ്റെ വിഷയം ഞാൻ നോക്കിയിട്ട് കിട്ടുന്നിടത്ത് കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെയാണ് കല്ലുകൾ ഇവിടെ വെക്കാറുള്ളത് കേട്ടോ. അട്ടിക്ക് വെക്കാറില്ല. അട്ടിക്ക് വെക്കാത്ത കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ലെവലിങ് കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് അട്ടിക്ക് വെക്കാത്തത്. ഒഡീഷയിലെ പുരിയുടെ ഭാഗത്തായിട്ടാണ് കേട്ടോ ഇവിടെ ഇഷ്ടിക ഉണ്ടാക്കുന്നതാണ്. ഇങ്ങനെയാണ് ഇവിടുത്തെ ഇഷ്ടിക നിർമ്മാണം കേട്ടോ. ഇങ്ങനെ നേരെ എടുക്കുക, ഇത് നേരെ വെയിലത്ത് കൊണ്ടുപോയി ഉണക്കി വെക്കലാണ് കേട്ടോ. ഇന്ന് പെട്ടെന്ന് ടപ്പ് പരിപാടി തീർക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് നിന്ന് ഇവിടെ മിക്സിങ് നടക്കുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ മിക്സിങ് കാര്യങ്ങളും. ഇങ്ങനെ ഇതിലിത് മണ്ണിനെ അരച്ചെടുത്ത് സിമെൻറ്റ് പൊടി അതിലിട്ടിട്ട്, ഇതാണ് സിമെൻറ്റ് പൊടി അതിലേക്ക് ഇട്ട് നേരെ അതിൽ കൂടി മിക്സ് ചെയ്ത് പൊടിയായിട്ട് ഇതിലേക്ക് ഇങ്ങനെ കൂട്ടും. അതുകൊണ്ട് മിക്സ് ആയി കഴിഞ്ഞാൽ അത് നേരെ അങ്ങോട്ട് തട്ടും. പൊടി അതിലേക്ക് പോയിട്ട് ഇതിലേക്ക് വന്ന് നേരെ മിക്സായിട്ട് ഇതുപോലെ അങ്ങോട്ടായി കിട്ടും. നമ്മളെ ആശാന് കോഴിക്കോട് ആ കോഴിക്കോട് വന്നിക്കണോ എവിടെ ബീച്ചിലാ? ഡ്രജിങ്. ആ അപ്പോൾ എറണാകുളത്ത് कितना साल वर्किंग? 4-5 एर्नाकुलम, कुलम, आईकुलम, उधर വടകര वो साइड में पूरा किया. ആ വടകര എറണാകുളമൊക്കെ വന്ന ആളാണ് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ ഒരു ഇഷ്ടിക കമ്പനിയാണ്. അപ്പോൾ ഇഷ്ടിക കമ്പനിയിൽ വന്ന സമയത്താണ് ആശാനെ കണ്ടത്. പേരെന്താ? മഹസൂർ. ആ അറിയാം, മലയാളമൊക്കെ അറിയാം, കുറച്ച് അറിയാലേ. ഇവിടുത്തെ ചെറിയ കടകളൊക്കെ കണ്ടില്ലേ, ഇങ്ങനെയാണ് കേട്ടോ. ഇവിടെയൊക്കെ മീനൊക്കെ കണ്ടോ, മീൻ കച്ചവടം, അതുപോലെ തന്നെ പച്ചക്കറി, ഫ്രൂട്ട്സ് എന്നുള്ള കച്ചവടങ്ങളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. ഇവിടെ ചെറിയ തട്ട് കടകൾ പോലെയാണ്. ഇതൊക്കെ ചെറിയ മീൻ കച്ചവടമാണ്. പിന്നെ അധികം ഈ ഏരിയയിലുള്ളത് ഇതുപോലുള്ള കുളങ്ങളും തടാകങ്ങളും ഒക്കെ. ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടില്ലേ, വീടൊക്കെ ചെറുതാണെങ്കിലും ഇവിടെ പോയി ഉപയോഗിക്കുന്നത് പോയി മണലാണ് കേട്ടോ. മണല് മെറ്റലും. ഇവരൊന്നും എംസാൻ്റെ കണ്ടിട്ട് പോലും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. നല്ല ചൂട് ദോശ. എന്താ പറഞ്ഞേ? ദോശ അല്ലേ? നല്ല അടിപൊളി ദോശ കണ്ടോ, നല്ല ചൂട് ദോശ കല്ലിൽ ചുട്ടോണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളെന്താ പറഞ്ഞേ? ദോശ അല്ലേ? ഉള്ളിയൊക്കെ ഇട്ടിട്ട് സംഭവമല്ലേ. മിഠ സ്വീറ്റ് തന്നെയല്ലേ? അപ്പോൾ അത് സ്വീറ്റ് നമ്മളെ നെയ്വടയാണ്. അതായത് മറ്റേ നമ്മളെ പാലിൽ എന്തുകൊണ്ടുണ്ടാക്കിയതായിരിക്കും. ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്നാൽ നോക്കല്ലേ, തുടങ്ങല്ലേ. ഹലുവ അതാ കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ടോ. നല്ല ഓരോ പ്ലേറ്റ് പോരട്ടല്ലേ. എന്താ തോണിയാ പറഞ്ഞേ? അടിപൊളി ദോശ. അടിപൊളി ദോശ എന്ന് പറയണോ ദോശ എന്ന് പറയണോ? അല്ല, ചിലപ്പോൾ അവിടെ അടിപൊളി നല്ല ദോശ കിട്ടും. ഏതായാലും ദോശ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. രാവിലെ തന്നെ ഇന്നത്തെ ഫുഡ് രാവിലെ തന്നെ ദോശയിലേക്ക് കയറണം. ചോദിച്ചു നോക്ക്, ദോശ സംഭവം വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലെ ചട്നിയും കാര്യങ്ങളും കണ്ടില്ലേ. നമ്മളൊരു ഗ്രീൻ പീസ് കറി വന്നിട്ടുണ്ട്. കറി ഇതാണ് കാണാൻ അവരുടെ ചട്നികൾ കേട്ടോ. 3 ടൈപ്പാണ് ചട്നി ഇതിൽ വരുന്നത്. ഇതൊക്കെ സംഭവം എടുത്ത വെറൈറ്റികളാണ് കേട്ടോ. 3 എടുത്തില്ല. ഓക്കെ, വെള്ളമുണ്ടോ ഇവിടുത്തെ വെറൈറ്റി? കഴിച്ചു നോക്കാം. സംഭവം ഇവിടെ കണ്ടോ, ഉഴുന്നുവട, അങ്ങനെ ബോണ്ട, പൂരി, ദോശ, അതിനൊരുപാട് തരം ചട്നികളും കേട്ടോ അവിടെ ഉള്ളത്. നമ്മളെ പേടൊക്കെ അതേ പച്ചക്കുതിര അവിടെ കിടക്കുന്ന. നേരെ ഇതിന് വാങ്ങിയിട്ട് നേരെ പുരിയിലേക്ക് പോകണം. ഈ കാണുന്ന കേക്ക് പോലത്തെ 30 രൂപ, ഇതിന് 10, ഇതിന് 10. അപ്പം ഇത് കുറച്ച് വില കൂടുതലാണോ? വില ഉണ്ട് അല്ലേ? പാലിന്റെ ഇതാണ്, അതാണ് അങ്ങനെ മുറിച്ച് വെച്ചല്ലേ.
അപ്പോൾ കേക്കാണ് പക്ഷേ ടോട്ടൽ 190 അല്ലേ? വലിയ കുഴപ്പമില്ല, എന്നാലും ഭക്ഷണം അടിപൊളി. അതെ. നമ്മളെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് വന്ന സമയത്ത് ഇതുപോലുള്ള നല്ലൊരു അടിപൊളി പാർക്കിംഗ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പാർക്കിങ്ങിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെ വണ്ടി പാർക്കിങ്ങിലേക്ക് കയറണമെങ്കിൽ മുകളിലെ ബോക്സ് ഉള്ളത് കൊണ്ട് ചെറിയൊരു പ്രശ്നമാണ്. അപ്പോൾ നേരെ ഇവിടെ പാർക്ക് ചെയ്തു. അവിടെ ഓട്ടോ ഉണ്ടല്ലേ, ഓട്ടോ എന്നല്ല പറയുന്നത്, അതൊരു ബൈക്ക് റിക്ഷ എന്ന് പറയാം. ബൈക്ക് റിക്ഷക്ക് ഇവിടുന്ന് പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടി 1.5 കിലോമീറ്ററാണുള്ളത്. അതിന് പോകാൻ 100 രൂപ അല്ല പറഞ്ഞത്, ഓട്ടോയ്ക്ക് ചാർജ് പറഞ്ഞാൽ 100 രൂപയാണ് ചാർജ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, നടക്കാമെന്ന് വിചാരിച്ചു. 100 രൂപ കൊടുക്കുന്നതല്ല, നടന്നാലേ നമുക്ക് കാഴ്ചകളൊന്നുകൂടി പുറത്തുള്ള കാണാൻ കഴിയുള്ളൂ. അപ്പോൾ നേരെ നടക്കുകയാണ് കേട്ടോ. ഇവിടെ സേഫ്റ്റിയാണ്, ഫുൾ ക്യാമറ കൺട്രോളാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ വലിയ വിഷയമല്ല, നല്ല സേഫായിട്ട് നല്ലൊരു തണലായിട്ടില്ലേ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഏതായാലും ഞങ്ങൾ അങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ചിട്ടോ. ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് കയറുന്ന മുന്നേ ആയിട്ട് ആ കാണുന്നതാണ് പുരി ജഗന്നാഥ ക്ഷേത്രം. ഇവിടെയൊക്കെ ഓരോ ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് ഭാഗമായിട്ട് ഇവിടെ ചെറിയ ചെറിയ തട്ടുകടകൾ, അതുപോലെ തന്നെ മാർക്കറ്റും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഇവിടെയാണത്, ഇത് കണ്ട മീൻ മാർക്കറ്റുകളാണ്. ഇവർ മീൻ മുറിക്കാൻ ഉപയോഗിക്കുന്ന കത്തി ഇതുപോലെയാണ് കേട്ടോ. മീൻ വരണ്ടി എടുക്കുന്നതും ഇതുപോലുള്ള കത്തി വെച്ചിട്ടാണ് മീൻ മുറിക്കാറുള്ളത്. കണ്ടില്ലേ, ഇതാണ് ഇവരുടെ മീൻ മുറിക്കുന്ന ആയുധം. അങ്ങനെ ഇവിടെയുള്ള ചെറിയ മാർക്കറ്റിൽ നിന്നിട്ട് നേരെ ഞങ്ങൾ പോകുന്നത് പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്കാണ്. ആ ലോങ്ങിൽ കാണുന്നതാണ് പുരി ജഗന്നാഥ ക്ഷേത്രം. അപ്പം വണ്ടി നല്ല സേഫായിട്ട് നമ്മൾ എന്ത് ചെയ്തു, മുനിസിപ്പാലിറ്റി പാർക്കിങ്ങിലല്ലേ, ഇവിടെ മുനിസിപ്പാലിറ്റിയുടെ പാർക്കിംഗ് തന്നെ ഉണ്ട്, നല്ല സൗകര്യത്തോടു കൂടിയുള്ള മുനിസിപ്പാലിറ്റി പാർക്കിങ്. അപ്പം ഇവിടെയുള്ള എല്ലാവിധ കടകളും സൈക്കിൾ റിക്ഷകളും എല്ലാം ഉണ്ട് കേട്ടോ. ബൈക്ക് റിക്ഷ ആയാലും ഓട്ടോറിക്ഷ ആയാലും. ഇതാണ് സൈക്കിൾ റിക്ഷ. അപ്പോൾ അവിടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പോകാം. പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്താണ്, നടന്നു പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പോകുന്നത് കേട്ടോ. അപ്പോൾ ആ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് ക്യാമറ അലോഡല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യാനേ കഴിയുള്ളൂ, പുറത്തുള്ള വിഷ്വൽ കാണിച്ചു തരാനേ പറ്റുള്ളൂ. പിന്നെ എനിക്ക് അതിൻ്റെ ഉള്ളോട്ട് കയറാൻ പറ്റുമെന്ന് പറ്റലുണ്ടാവില്ല, അതുകൊണ്ട് ഉള്ളിൽ കയറുന്നില്ല. അപ്പം ഈ വേണേൽ കയറിക്കോ. അപ്പം നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഞാനൊരു മുസ്ലിമാണ്, ഹിന്ദുവാണ്. അപ്പോൾ ഞങ്ങളുടെ യാത്ര പല ഏരിയകളിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും. കാരണം എന്താണ്, മുസ്ലിം ഏരിയകളുണ്ടാവാം, ഹിന്ദു ഏരിയകളുണ്ടാവാം. അപ്പം ഞങ്ങൾക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു ഫീൽ ചെയ്തിട്ടില്ല. ഞങ്ങൾ പള്ളിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കിടന്നുറങ്ങിയിട്ടുണ്ട്, അമ്പലത്തിൽ കയറി കുളിച്ചിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ സമ്മതങ്ങൾ ചോദിച്ചതിന് ശേഷം മാത്രമാണ് ഞങ്ങളൊക്കെ ചെയ്തത്. അപ്പം ഇതേതായാലും പിന്നെ ഒരുപാട് ഹിന്ദുക്കൾ വരുന്ന ഒരു ഏരിയയാണ് പുരി ജഗന്നാഥ ക്ഷേത്രം. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ വരുന്ന ഒരു ഏരിയ തന്നെയാണ്. ഇതിന് എന്തൊക്കെയോ നിഗൂഢതകൾ, അതുപോലെ തന്നെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഒളിഞ്ഞിരിക്കുന്നതാണ്. കൊടിയുണ്ടോ, ആ കൊടിയുടെ അത് എപ്പോഴും കാറ്റിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോലെ ഇതാക്കുക. കാറ്റ് അങ്ങോട്ടാണോ, അതിന്റെ നേരെ ഓപ്പോസിറ്റ് കാറ്റിന്റെ ആ ഡയറക്ഷനിലെ ഒരു വിഷയം, കാറ്റിന്റെ ഓപ്പോസിറ്റ് പോലെ വിഷയം, ഓപ്പോസിറ്റ് ആണ്. ശാസ്ത്രത്തിന് ഒരു എന്താണ് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റില്ലാന്നൊക്കെയാണ് ഞാൻ ഗൂഗിളിൽ നോക്കി കണ്ടത്. അപ്പോൾ ഏതായാലും ഇതിന്റെ എന്താണ് സത്യാവസ്ഥ നിങ്ങൾക്ക് അറിയുന്നത് ഞങ്ങൾ പറഞ്ഞുതരാം. ഞങ്ങൾക്ക് അറിയുന്ന ഒരു അറിവ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പം എല്ലാം അതെ, ആ അങ്ങനെ ഉണ്ട് അല്ലേ. നോക്കണം, ക്യാമറയും ഫോണൊക്കെ പിടിക്കുമ്പോൾ. ശരിയാണല്ലോ. അപ്പോൾ പറഞ്ഞു നോക്കുമ്പോൾ നമ്മൾ കാറ്റ് ഇങ്ങോട്ടാണെങ്കിൽ ഒരു പേപ്പർ ഇട്ട സമയത്ത് ഇടത്തോട്ട് പോകുന്നു, കൊടി പറക്കുന്നത് വലത്തോട്ടാണ് അല്ലേ. അപ്പോൾ വേറെ എന്തെങ്കിലും പറക്കുന്നതുണ്ടെങ്കിൽ നമുക്ക് നോക്കാമായിരുന്നു. എവിടെയും കൊടിയോ കാര്യങ്ങളൊന്നും പറക്കുന്നതായിട്ട് കാണുന്നില്ല. ഇപ്പോൾ ചിലപ്പം ഇങ്ങനത്തെ ഏരിയകളിലൊക്കെ, ഇങ്ങനത്തെ തീർത്ഥാടകരൊക്കെ വരുന്ന ഏരിയകളിൽ കള്ളന്മാരും കൂടുതലുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളെ ഫോണും അല്ലെങ്കിൽ ക്യാമറ ഒക്കെ നല്ലോണം സേഫായിട്ട് പിടിച്ചില്ല എന്ന് വെച്ചാൽ ചിലപ്പോൾ ആരുണ്ടാവും, കള്ളന്മാരെ പോലും ഉണ്ടാവും. പിന്നെ നമ്മളെന്ത് ചെയ്യും, ഇവിടെ കുത്തിരുന്ന് കരയേണ്ടി വരും. ഒരുപാട് ചെറിയ ചെറിയ കടകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു സമയത്ത് തീർത്ഥാടകർ കുറച്ച് കുറവാന്ന് തോന്നുന്നുണ്ട് അല്ലേ. ഉത്സവം കഴിഞ്ഞാൽ ജൂൺ ജൂലൈ അല്ലേ, രഥോത്സവം വരുന്നത് ജൂൺ ജൂലൈ ആ ഒരു സമയത്താണ് രഥോത്സവം. പല ഭാഗങ്ങളിൽ നിന്ന്, ദിക്കുകളിൽ നിന്നിട്ട് ആളുകൾ ഇവിടേക്ക് തീർത്ഥാടനത്തിന് വരുന്ന ഒരു ഏരിയ ആണ് പുരി. അതൊന്നും ഇവിടെ കണ്ടോ, ഈ ഏരിയകളിലൊക്കെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് അല്ലേ. ക്ഷേത്രം എന്നാണോ അതിന് പറയാം, അറിയില്ല. എന്തായാലും അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഒരുപാട് ഹോട്ടലുകൾ വരുന്നുണ്ട്. നല്ലൊരു പാർക്കിങ് നമുക്ക് കിട്ടിയെന്നുള്ളതാണ്. അപ്പോൾ പുരിയിലൊക്കെ വരുന്നവരുണ്ടെങ്കിൽ
ആ പാർക്കിങ്ങിൽ വെക്കുകയാണെങ്കിൽ സേഫ് ആയിരിക്കും. അപ്പോൾ നല്ല പാർക്കിംഗ്, ബൈക്ക് ആയിക്കോട്ടെ കാർ ആയിക്കോട്ടെ. അമ്പലമായിട്ട് ബന്ധപ്പെട്ട ടൗൺ അല്ല, ഇവിടെ എല്ലാം ടൗണാണ്. എല്ലാം ഉണ്ട്. മാർക്കറ്റാണ്, മീൻ മാർക്കറ്റ് വരെ ഉണ്ട്. അപ്പോൾ അതെ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തും നമുക്ക് വാങ്ങാൻ പറ്റിയതാണ്. ഇവിടെയൊക്കെ അതേ ഓരോ ചെറിയൊരു ക്ഷേത്രം പോലെ എന്തൊക്കെയുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ആധികാരികമായിട്ട് കൾച്ചർ അങ്ങനെയാണ് അല്ലേ, സ്ട്രക്ചർ എല്ലാത്തിനും. അപ്പൊ അമ്പലമാണെങ്കിലും പള്ളി ആണെങ്കിലും ഒക്കെ തന്നെ അല്ല, ഒരുവിധ അമ്പലങ്ങളൊക്കെ പള്ളി മാതിരിയാണ് കാണാൻ. അതെ അതെ, അത് ശരിയാ. ഞങ്ങൾ പല സമയത്തും വിചാരിച്ചിട്ടുണ്ട് അത് പള്ളിയാണോന്നുള്ളത്. നോക്കുന്ന സമയത്ത് അത് ഫസ്റ്റ് അമ്പലമായിരിക്കും. നല്ല വെയിലുണ്ട്, വിയർക്കുന്നുമുണ്ട്. തണുപ്പുള്ള വെയിലല്ല, കുറച്ച് ചൂടുള്ള വെയിൽ തന്നെയാണ്. ഇവിടെയൊക്കെ ഓരോ ബാരിക്കേഡ് വെച്ചിട്ട് പോലീസുകാർ ഇരിക്കുന്നുണ്ട് കേട്ടോ, വലിയ വാഹനങ്ങൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ഓട്ടോറിക്ഷ, സൈക്കിൾ റിക്ഷ, അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. തൊപ്പി വാങ്ങണോ? എൻ്റെ തൊപ്പി കാണില്ലേ? ഇവിടേക്ക് കൊണ്ടുവന്ന മരങ്ങളറ്റാണോ അങ്ങനെ എന്തായിരിക്കും, നേർച്ചക്കോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആയിട്ടില്ലേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവമായിട്ടുള്ള മരങ്ങളാണ്. പക്ഷേ ഇവിടെ ഒരുപാട് പോലീസുകാർ, പിന്നെ മാധ്യമപ്രവർത്തകർ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. എന്താണ് സംഭവം എന്ന് പിടുത്തം കിട്ടുന്നില്ല. ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ക്ഷേത്രത്തിന് നീലുണ്ടാവില്ല എന്നാണ്. അത് രാവിലെ ആയിക്കോട്ടെ, രാത്രി ആയിക്കോട്ടെ, വൈകുന്നേരം ആയിക്കോട്ടെ, ഏത് സമയം നോക്കിയാലും ഈ ഒരു ക്ഷേത്രത്തിന് നീലുണ്ടാവില്ല എന്നാണ് മറ്റൊരു പ്രത്യേകത. പിന്നെ അതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട്, ക്ഷേത്രത്തിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ടുള്ള ചക്രമാണ് സുദർശന ചക്രം. ആ സുദർശന ചക്രത്തിന് പുരിയുടെ ഏത് ദിശയിൽ നിന്ന് നോക്കിയാലും, പുരി സിറ്റിയുടെ ഏത് ദിശയിൽ നോക്കിയാലും ആ ഒരു ചക്രം നിങ്ങളുടെ അഭിമുഖമായിട്ട് നിൽക്കുന്നതാണ് കാണാൻ കഴിയുക എന്നുള്ള പ്രത്യേകതകളും ഇതിനുണ്ട്. പിന്നെ പലരും പറയുന്നു ഈ ഒരു ക്ഷേത്രത്തിൻ്റെ രൂപകൽപ്പനയാണ്, നിർമ്മിച്ച രീതി കൊണ്ടാണ് ഇതിന് നീലില്ലാത്തത് എന്ന് പറയുന്നു. മറ്റു ചിലർ പറയുന്നു ദൈവത്തിൻ്റെ ശക്തിയാണെന്ന് പറയുന്നു. അവിടെ നിൽക്കുന്ന വരികളെല്ലാം ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാനുള്ള വരികളാണ്. ഏകദേശം 1 മണിക്കൂറോളം വരി നിന്നാൽ മാത്രമാണ് അകത്തേക്ക് പ്രവേശിക്കാനുള്ള ടിക്കറ്റ് ലഭിക്കുള്ളൂ. ഇതുപോലുള്ള ഒരുപാട് കച്ചവടങ്ങളും ഇതിൻ്റെ സൈഡിലായിട്ട് കാണാൻ സാധിക്കുന്നു. ഈ ക്ഷേത്രത്തിന് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിലുള്ള 4 ഗേറ്റുകളാണ്. അതിൽ ഒരു ഡോറിൻ്റെ പേര്, പ്രധാനപ്പെട്ട ഡോറിൻ്റെ പേരാണ് സിംഹദ്വാരം എന്നുള്ളത്. ആ സിംഹദ്വാരം ഗേറ്റിലൂടെ നിങ്ങൾ ഒരു പ്രാവശ്യം കയറുകയാണെങ്കിൽ കടൽ ഇരമ്പം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. പക്ഷേ അത് നിങ്ങൾ വീണ്ടും ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കയറി വീണ്ടും പുറത്തിറങ്ങി അതേ ഗേറ്റിൽ കൂടി വീണ്ടും പ്രവേശിക്കുമ്പോൾ ആ കടലിരമ്പത്തിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ അകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ഒരു കടലിരമ്പം അകത്ത് നിന്നും കേൾക്കാൻ സാധിക്കില്ല എന്നുള്ളത്. അങ്ങനെ വേണ്ട ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞിട്ടുള്ള ഈ ഒരു പുരി ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞിട്ടുള്ള ഈ ഒരു ക്ഷേത്രത്തിലേക്ക് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ടതാണ്. ഒരുപാട് പേര് അകത്തേക്ക് വരിയായി നിന്ന് ടിക്കറ്റ് എടുത്ത് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് തീർത്ഥാടകരാണ് ഈ ഒരു പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടനത്തിനായി വരുന്നത്. ഈ തരം കച്ചവടക്കാർ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ സൈഡിലായിട്ട് ഉണ്ട് കേട്ടോ. എല്ലാത്തിനും വലിയ പ്രൈസോ കാര്യങ്ങളൊന്നുമില്ല, നോർമലായിട്ടുള്ള പ്രൈസും കാര്യം ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ കടയിലും നല്ല തിരക്ക് തന്നെ കാണാൻ കഴിയുന്നുണ്ട്. പല രീതിയിലുള്ള കച്ചവടക്കാരിവിടെ ഉണ്ട്. കക്കിരി മുറിച്ച് വിൽക്കുന്നു, അതുപോലെ തന്നെ വെള്ളം 20 രൂപയ്ക്ക് നല്ല തണുത്ത വെള്ളം വിൽക്കുന്നു. അങ്ങനെ വേണ്ട പല രീതിയിലുള്ള കച്ചവടക്കാരെ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് കാണാൻ കഴിയും കേട്ടോ. പല ഭാഗങ്ങളിലായിട്ട് തീർത്ഥാടകർ ഒഴുകിയെത്തുന്ന ഒരു സ്ഥലം തന്നെയാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ തുടിക്കുന്ന ഹൃദയം സൂക്ഷിച്ചിരിപ്പുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് പുരി ജഗന്നാഥ ക്ഷേത്രം. മരത്തടിയിൽ കൊത്തി തീർത്ത ബാലനാഥ സുഭദ്ര ജഗന്നാഥിൻ്റെ സ്റ്റാച്ചു കാര്യങ്ങൾ 3 വാങ്ങിയിട്ടുണ്ട്. 3 വന്ന ചാർജ് 120 രൂപയ്ക്ക് വാങ്ങി. ഒന്നിന് പറഞ്ഞത് 130 രൂപയാണെങ്കിലും ഞങ്ങൾ വാങ്ങിയത് 120 രൂപക്ക് 3 പീസ് വാങ്ങിയിട്ടുണ്ട്. വലിയ പ്രൈസോ കാര്യമായിട്ട് തോന്നുന്നില്ല, എങ്കിലും അത്യാവശ്യം വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ നേരെ ഞങ്ങൾ ഗോൾഡൻ ബീച്ചിലേക്ക് പോവുകയാണ്. വലുപ്പത്തിനനുസരിച്ചല്ലേ ആണ് ചന്ദനാണിത്. വലുപ്പത്തിനനുസരിച്ചാണ് പ്രൈസ്. ചെറുതിന് 100, വലുതിന് 150, അതിന് 150 ആണ്. ഹോൾസെയിലാണെന്നൊക്കെ പറയുന്നുണ്ട്. ഓ ലാസ്റ്റ് പോലെ ബച്ചാൻ ചന്ദന എനിക്ക് പറഞ്ഞോ ആണെന്നോ പറയുന്നത്.
പിന്നെ ശംഖൊക്കെ കണ്ടില്ലേ, ശംഖ്, അതുപോലെ കൈമേലിടുന്ന വള, അങ്ങനെ ഒരുപാട് സ്റ്റോറുകളാണ് കേട്ടോ ഈ സൈഡുകളിലൊക്കെ വരുന്നത്. ചന്ദനമാണെന്നുണ്ട്. ഇതേ ഒരു പീസ് കിട്ടിയിട്ടുണ്ട്, 50 രൂപ. ഇവിടുന്ന് വാങ്ങിയ കേട്ടോ. അപ്പം പുരിന്ന് വാങ്ങിയാണ്. പുരി ജഗന്നാഥ ടെമ്പിൾ. ഇവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്ത് ചന്ദനം വാങ്ങിയത്. എനിക്കറിഞ്ഞൂടെ. ആ ശ്രദ്ധിച്ചോ, വലിയ വിലയൊന്നുമില്ല കേട്ടോ ഇങ്ങനെ. പിന്നെ ഇല്ലേടാ, വലിയ വിലയൊന്നുമില്ല. ഇന്നലെ ഞങ്ങൾ ദക്കാത്തലോണിൽ പോയ അഹങ്കാരമാണെന്ന് വിചാരിക്കേണ്ട. രണ്ടാളും ഒരേ ടീഷർട്ട് ഇട്ടിട്ട് ഇവിടുന്ന് എല്ലാവരും നോക്കുന്നു, ഏതാ ഈ വേട്ടാവളിയന്മാർ രണ്ടെണ്ണം ഇതിലെങ്ങനെ പോകുന്നതെന്നുള്ളത്. ഇരട്ടകളാണെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കുന്നു, എന്തൊക്കെയോ കാണിക്കുന്നു. ഇനിയിപ്പോൾ ഞാൻ നാളെ നീലിടുമ്പോൾ ഓൻ റെഡ് ഇടുമ്പോൾ വിചാരിക്കേണ്ട ഞങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാന്നുള്ളത്. 2 കൂട്ടം വെച്ചിട്ട് 2 ചുവപ്പും 2 നീലയും വാങ്ങിയിട്ടുണ്ട്. കാരണം എന്താ അറിയോ, ഇതാകുമ്പോൾ പെട്ടെന്ന് അലക്കിയിടുക, ഉണക്കാൻ കഴിയും, വെയിറ്റ് ഇല്ല, വേർക്കില്ല, അങ്ങനത്തെ പല പ്രത്യേകതകളുണ്ട്. വിലയും കുറവാണ്. ഇവിടുന്ന് DTDC വഴി നാട്ടിലേക്ക് വിടാൻ പോവാ ഡ്രസ്സുകളൊക്കെ. വിലയും കുറവാണ്, 249 രൂപയേ ഉള്ളൂ ദക്കാത്തലോണിൽ. സംഭവം നൈസാട്ടോ, വെയിലത്തൊക്കെ ഇടാൻ പറ്റിയ സാധനമാണ്. ഒഡീഷയിലെ ഏറ്റവും ഫേവറേറ്റ് ബീച്ച് എന്നറിയപ്പെടുന്ന ഗോൾഡൻ ബീച്ചിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മൾ പുരി ജഗന്നാഥ ടെമ്പിളിൻ്റെ നേരെ അടുത്തതിനായിട്ടാണ് ഇത് ഗോൾഡൻ ബീച്ച് വരുന്നത്. ഈ ഒരു സമയം, അതായത് 1 മണിയാണ് ടൈം. നമ്മുടെ നാട്ടിലെ വൈകുന്നേരങ്ങളിൽ പോലും ഇത്രത്തോളം ആൾക്കാരെ കാണാറില്ല. എത്രങ്ങാനും ആൾക്കാരാണെന്നറിയാവോ ഈ ഒരു സമയത്ത് ഈ ഒരു ഗോൾഡൻ ബീച്ചിൽ വന്നിട്ടുള്ളതെന്നാ. ഇതൊരു ഭാഗം മാത്രമാണ്, ഇതൊരു ബീച്ചിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഇത്രത്തോളം ആൾക്കാർ ഈ ഒരു സമയത്ത് ഇവിടെ ഉണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിലൊക്കെ എന്തോരം ആൾക്കാരായിരിക്കും ഈ ഒരു ബീച്ചിൽ ഉണ്ടാവുക എന്നുള്ളത് ഊഹിച്ചാൽ മനസ്സിലാവും കേട്ടോ. ഇവിടെ ഒരു സമ്മേളനമോ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ, ഇത് ഗോൾഡൻ ബീച്ചിലെ തിരക്കാണ്. അത് ഉച്ചക്ക് 1 മണിക്ക്. ഈ കടലിൻ്റെ കളറ് കണ്ടോ, നല്ല നീല കളറാണ് അല്ലേ. കടും നീല കളർ എന്ന് പറഞ്ഞാൽ അതാണ് നീല കളറ്. നീലക്കടൽ എന്ന് പറയാറുണ്ടല്ലോ. ഒരുപാട് ആൾക്കാർ ഈ ഒരു സമയത്ത് വെള്ളത്തിൽ ഇറങ്ങി കുളിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബീച്ച് ഈ ഒരു സൈഡ് മാത്രമാണ്. ആ സൈഡിലേക്ക് നോക്കിയാൽ എത്രത്തോളം ആൾക്കാരാണുള്ളതെന്നുള്ളത്. പിന്നെ അതെ ഇതുപോലുള്ള കുടയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ചെയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെയറിന് 50 രൂപയാണ് കേട്ടോ ചാർജ് വരുന്നത്. ഒരു ചെയറിന് ഇരിക്കാനാണ് 50 രൂപ ചാർജ് വരുന്നത്. എല്ലാ മക്കളും കണ്ടില്ലേ, ചെറിയ പൈതം മക്കളൊക്കെ അവിടെ ചാടി കളിക്കുന്നത്. ഒരു സേഫ്റ്റി ഇല്ല കേട്ടോ, ഒരു സേഫ്റ്റി ഇല്ലാതെയാണ് ഇവരിങ്ങനെ കളിക്കുന്നത് ഇവിടെ. പുരിയിലുള്ള ഫേവറേറ്റ്, അതായത് ഫേമസ് ആയിട്ടുള്ള മടക്ക് കേക്ക് അല്ലേ, അത് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്യണ്ടേ. ഇവിടെയുള്ള 240 രൂപ, 300 രൂപ, 150 രൂപ, അങ്ങനെയൊക്കെ പല റേറ്റുകളാണ്. നമ്മളൊരു 4 പീസ് വാങ്ങിയിട്ട് ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട്. ഒരുപാട് വാങ്ങിയിട്ട് കാര്യമില്ല, കാരണം നമ്മൾ വീട്ടിലേക്കല്ല പോണേ, വീട്ടിലേക്കാണ് പാർസൽ കൊണ്ടുപോകുമായിരുന്നു. ഇവിടെയുള്ള ഒരുപാട് കടകൾ കാണാം, ഇതുപോലെ തന്നെ സ്നാക്സിൻ്റെ കടയാണ് കേട്ടോ. അപ്പം നിങ്ങളിത് വാങ്ങിയിട്ടുണ്ട്. ഇവിടെ ബീച്ചിൽ വൈകുന്നേരങ്ങളിലായി കഴിഞ്ഞാൽ അറിയാട്ടോ ഇവിടുത്തെ തിരക്ക്. ഇപ്പോൾ ഉച്ചക്ക് 1 മണിയാണ്, എന്നിട്ട് പോലും അത്ര തിരക്ക് അവിടെ ഉണ്ടെങ്കിൽ വൈകുന്നേരത്തെ കഥ പറയേണ്ടി വരില്ല. ഞങ്ങൾ വണ്ടി അവിടെ ഒരു ഏച്ചിനോട് ചോദിച്ച് വണ്ടി മുന്നിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഫുൾ നോ പാർക്കിംഗ് ബോർഡുകളാണ്. ഇവിടുത്തെ പാർക്കിംഗ് എവിടെയാണെന്ന് അറിയത്തില്ല. ഇപ്പം പോകുന്നത് സൺ ടെമ്പിളിലേക്കാണ്, അതായത് കൊണാർക്കിലെ സൂര്യക്ഷേത്രം എന്നറിയപ്പെടുന്ന സൺ ടെമ്പിളിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. വണ്ടി അവിടെ വെച്ചു. വണ്ടി വെക്കാൻ വേണ്ടിയിട്ട് പാർക്കിംഗ് ഫീ, അതായത് റോഡ് സൈഡിലാണ് വെച്ചതെങ്കിലും പാർക്കിംഗ് ഫീ എടുത്തിട്ടുണ്ട്, 40 രൂപയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ചെറിയ ചെറിയ കടകളും കാര്യങ്ങളും വരുന്നുണ്ട്. ഒരുപാട് തീർത്ഥാടകരൊന്നും വരുന്നില്ലെങ്കിലും ഞങ്ങൾ 2 ആൾക്കാർ മാത്രം ഈ റോഡിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നു. സമയം ഏകദേശം 3:30 മണിയായിട്ടേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കാം പോകുന്ന വഴിക്ക് അങ്ങനെ ഇതുപോലുള്ള കുറച്ച് ചെറിയ ചെറിയ ടെമ്പിളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഏതായാലും മുന്നോട്ട് നീങ്ങി നോക്കട്ടെ, ഏകദേശം എത്ര ദൂരം ഉണ്ടെന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. പോയി നോക്കാം. സംഭവം നേരത്തെ പറഞ്ഞത് ചെറിയ തിരുത്തുണ്ട്. ഞങ്ങൾ വന്ന വഴി ചെറുതായിട്ടൊന്ന് അപ്പുറത്തൂടെ ആയിപ്പോയി, അതുകൊണ്ട് അതിലെ ആൾക്കാർ അധികം വരുന്നില്ല. പക്ഷേ ഇതാണ് മെയിൻ വഴി കേട്ടോ. ഇതിൽ എവിടെ നിന്ന് ആൾ വരുന്നത്? അവിടെ നിന്നാണോ വരുന്നത്, ഇവിടെ നിന്നാണോ വരുന്നത്? ഇവിടെ കാണാൻ പോകുന്നത്. ടിക്കറ്റ് ഉണ്ടോ? ഇല്ലല്ല, ടിക്കറ്റും കാര്യങ്ങളൊന്നുമില്ല. ഗൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നേരെ നമുക്ക് അകത്തേക്ക് കയറാം. ഇതാണ്. അപ്പോൾ ഇവരൊക്കെ എവിടെ നിന്നാണ് വരുന്നത്?
ഇവിടെ മെയിനായിട്ടുള്ള കച്ചവടം എന്ന് പറയുന്നത് ഇതുപോലുള്ള അണ്ടിപ്പരിപ്പും കാര്യങ്ങളുമാണ് കേട്ടോ. ഇതാണ് മെയിനായിട്ടുള്ള കച്ചവടം. പിന്നെ അതേ ഇവിടെ നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ടിക്കറ്റ് കൗണ്ടർ അവിടെയാണ് വരുന്നത്. അപ്പോൾ ടിക്കറ്റ് ഉണ്ട് കേട്ടോ അങ്ങോട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ചെറിയൊരു തണലും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ട് ഒരു പാർക്ക് പോലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നേരെ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോവാണ്. ടിക്കറ്റിന് വരിക കണ്ടല്ലോ. ആരുമില്ല എന്ന് വിചാരിച്ചിട്ട് ആളുണ്ട് കേട്ടോ. അവിടെ നമ്മൾ എയർപോർട്ടിൽ കയറുന്ന പോലെയുള്ള കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ 10 രൂപേൻ്റെ നോട്ടിൽ അത് ചക്രം മാത്രമേ ഉള്ളൂ. ഇതാണ് കേട്ടോ സൺ ടെമ്പിൾ, അതായത് സൂര്യ ക്ഷേത്രം എന്നറിയപ്പെടുന്ന കൊണാർക്കിലെ ക്ഷേത്രം കേട്ടോ. ക്ഷേത്രത്തിന് രഥത്തിൻ്റെ ആകൃതിയിലാണ് ക്ഷേത്രം പണിതിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അവിടെ കൗണ്ടറും കാര്യങ്ങളും ഉണ്ട്. ടിക്കറ്റ് എന്ത് ചെയ്യാം, ടിക്കറ്റ് കൊടുത്തിട്ട് ടിക്കറ്റ് അവിടെ നിന്ന് എടുത്ത് ഇവിടെ കൊടുത്ത് ഉള്ളിൽ കയറണം കഴിയും. ഞങ്ങൾ ഉള്ളിൽ കയറുന്നില്ല. കാരണം വെച്ചാൽ 2 കാരണങ്ങളുണ്ട്. തിരക്കുണ്ട്, 2 എന്ന 3 കാരണങ്ങളുണ്ട്. എനിക്ക് കയറാൻ പറ്റുമെന്നുള്ളതും കയറാൻ പറ്റൂലേ, കയറാൻ പ്രശ്നമില്ലാന്ന് തോന്നുന്നില്ലേ, വിഷയമില്ലാന്ന് തോന്നുന്നുണ്ട്. ടബിളിൻ്റെ ഉള്ളിൽ ആ കാണുന്ന ഏറ്റവും ടോപ്പിലായിരുന്നു ആ കല്ലുണ്ടായിരുന്നത്. ആ കല്ല് എടുത്ത് ഒഴിവാക്കിയതാണെന്നാണ് പറയപ്പെടുന്നത്. പോകുന്ന വഴി ഇത് ആദ്യത്തെ മലയാളീനെ കിട്ടുന്നുണ്ട് കേട്ടോ. ലോറിക്കാർ നമ്മളിവരെ കണ്ടില്ലല്ലോ. പക്ഷെ അതൊരു കേരള വണ്ടിയല്ല, കർണാടക വണ്ടിയാണല്ലോ. പോയി നോക്കാം. കർണാടക വണ്ടിയാണ്. മഞ്ചേരിക്കാരനാണോ? യൂട്യൂബാണ്. എത്ര ഇങ്ങോട്ട് പോകുന്നിട്ട്? ഒരാഴ്ചയായി. ഞങ്ങൾ 2 ആഴ്ച കഴിഞ്ഞ് ഞങ്ങൾ ഓൾ ഇന്ത്യ അടിക്കാൻ വന്നതാണ്. വണ്ടി കാണിച്ചു കൊടുക്കാം. വണ്ടിതാ മലയാളിയില്ലേ? ഓക്കെ, കാണാൻ. ശരി ശരി. ഇത് ആദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് അമ്മേൻ്റെ സാരി മുറിച്ചുകൊണ്ട് വരല്ലോ. മഞ്ഞ വേണം, മഞ്ഞ മഞ്ഞ. ഇതെങ്ങനെയുണ്ട്? പക്ഷെ കീറിയതാണല്ലോ. അല്ല അങ്ങനെയല്ല, ആ നീല നല്ല രസമുണ്ട്, നീല രസമുണ്ട്. പച്ച എടുത്തോടെ. ഇതെങ്ങനെ കിട്ടുക? എങ്ങനെ കിട്ടിയത്? അല്ല എനിക്ക് അറിയില്ലാണ്ട് ചോദിച്ചാ. ഇതേ കുറേ തുണിയൊക്കെ വാങ്ങിക്കുന്നത്. ഇതൊക്കെ എവിടെയൊക്കെ കെട്ടാന്ന് അയാൾക്ക് മാത്രമേ അറിയുള്ളൂ കേട്ടോ. നോക്കാം എന്തായാലും. എൻ്റെ ഗ്ലാസ്സിന് കൂടെ കെട്ടാൻ പറ്റുമോ നോക്കാം, എവിടെ കൊണ്ടുവരെ കെട്ടാന്ന്. ഇവിടെ 2 സൈഡിൽ കെട്ടാൻ പറ്റുമോ, പിന്നെ എവിടെ കിട്ടുക ആർക്കറിയാം. അല്ല ഇതാ എവിടേക്കാ കെട്ടുക എന്നിട്ട്? ആ ബാക്കിയോ? ഈ 2 വേണമെങ്കിൽ ഒരേ ഏകദേശം കളർ ഒന്ന് ഇടികൂടിനോ? സെയിം കളർ ഉണ്ടോ നോക്കിയിട്ടുണ്ടോ? പച്ച 2 ഉണ്ടോ? ഏതാ പച്ച? ഒക്കെ വേറെ കളറാ അല്ലേ? എങ്ങനെയാ കണ്ടില്ലത്? ഫോട്ടോകളൊക്കെ കൊച്ചു കൊച്ചു പൂക്കളും ഇലകളും വെച്ച് അടയ്ക്കുന്ന കാര്യ. അല്ല എന്തായാലും ഇന്നിപ്പോ കിട്ടിക്കാളി നോക്കണ്ട. അതെ അതെ. അല്ല അങ്ങനെ നല്ല വണ്ടി നോക്കൂന്ന് ഏതായി പേടകന്ന്. ഇത് കെട്ടി നല്ല ശീലമുള്ള അല്ല കെട്ടി നല്ല ശീലമുള്ള പോലെ ഉണ്ടല്ലോ. ഇതേന് നടുപണി. ഊരിപ്പോ ഇല്ല എല്ലാ ബോസും ഇതിപ്പോ എന്തിനു വാങ്ങിയതാ? ഇത് നമ്മളെ വണ്ടിക്കാണ്. പോണ വഴിക്ക് നമുക്ക് ലോറിക്കാർക്ക് കച്ചവടം ചെയ്യാം.
അങ്ങനെ ലാഭം ഉണ്ടാക്കല്ലേ? അങ്ങനെ അപ്പോഴൊക്കെ നോക്കിയാൽ വണ്ടിനെ ബോറാക്കണ രീതി 2 ഇവിടെ കെട്ടിക്കുന്നത്. ആ തൽക്കാലം 2 മണി കിട്ടിക്കുന്നത്. വാങ്ങിയാണെങ്കിൽ കെട്ടണ്ടേ? അതെ, നല്ല കുഴപ്പമില്ല. നമുക്ക് ക്യാമ്പ് ചെയ്യുന്നതിന് കൈ ഉടക്കി എടുക്കാം, അതേപോലെ നടക്കുള്ളൂ. അതൊക്കെ വേണോ അഡ്രസ്സിലൊക്കെ അയച്ചുതരാം. അതെ 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 അതെ. ഈ 2 പിന്നെ രസം കിട്ടും, മുന്നിൽ കിട്ടി 2. ഇന്ന് ഞങ്ങളെ പെട്രോൾ പമ്പോ കാര്യങ്ങളോ കിട്ടിയില്ല. വണ്ടി ഇതേ റോഡ് സൈഡിൽ പാർക്ക് ചെയ്തു കേട്ടോ. എവിടെയുള്ളതെന്ന് വെച്ചാൽ ഒഡീഷയിലെ തലസ്ഥാനമായ ഭുവനേശ്വറിലാണ് ഇപ്പം ഞങ്ങളുള്ളത്. ഞങ്ങൾ നാളെ രാവിലെ ഇനി എന്ത് ചെയ്യണം, ഭുവനേശ്വറൊക്കെ ഒന്ന് കറങ്ങി അടിച്ചിട്ട് നേരെ ഇനി വെസ്റ്റ് ബംഗാളിലേക്ക് പോകണം കേട്ടോ. നല്ലൊരു ഏരിയ കിട്ടി നിർത്തിയതാണ്. ഇനി ഞങ്ങൾക്ക് നൈറ്റിനൊക്കെ വേണ്ടിയ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പ്ലേസ് ഇവിടെ ഉണ്ട്. ഇവിടുന്ന് ഫുഡും കാര്യമൊക്കെ ഉണ്ടാക്കണ്ടേ, സെറ്റാക്കണ്ടേ?